ഭൗതികമോ പാരത്രികമോ ആയ നമ്മുടെ ഏതെങ്കിലും ഒരു കാര്യം നേടിയെടുക്കണമെന്ന ആഗ്രഹത്തോടുകൂടെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു പ്രയാസത്തിൽ നിന്ന് സലാമത്ത് കിട്ടണം എന്ന നീയത്തോടുകൂടെ കാമിലായ വുളു എടുത്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് വളരെ ആത്മാർത്ഥമായി നിസ്കാരം പൂർത്തിയാക്കി ഖിബിലയിലേക്ക് മുന്നിട്ട് അള്ളാഹുവിലേക്ക് മുഖം തിരിച്ച് ഒരു സൂറത്തുണ്ട്, ആ സൂറത്തിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണമനുസരിച്ച് അത് ഓതിയിട്ട് അള്ളാഹുവിനോട് അവൻ്റെ ആ ആവശ്യം പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടും. അതെന്തു ചോദിച്ചാലും അത് നൽകപ്പെടുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ച ഒരു സൂറത്തുണ്ട്. വളരെ പവിത്രമേറിയ ഒരു സൂറത്താണ്. ഒരു വലിയ മഹാൻ പറയുന്നുണ്ട്, ആർക്കെങ്കിലും മനഃപ്പാടമാക്കാൻ പ്രയാസമുള്ളവരുണ്ടെങ്കിൽ, സ്വന്തമുള്ളവരാവട്ടെ അവരുടെ മക്കളാവട്ടെ, അവർക്ക് പഠിക്കുന്നതൊന്നും മനസ്സിലാകുന്നില്ല, ആ രൂപത്തിലുള്ള കുട്ടികളാണെങ്കിൽ ഈ സൂറത്ത് പൂർണ്ണമായിട്ടും ഒരു പാത്രത്തിൽ എഴുതി വെള്ളം കൊണ്ട് മായ്ച്ചു കുടിച്ചാൽ ഈ സൂറത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അവർക്ക് ഹിഫ്ള് മനഃപ്പാടമാക്കാനുള്ള ശക്തി നന്നായി ഉണ്ടാകും. പിന്നെ കേട്ടതൊക്കെ അവനക്ക് മനഃപ്പാടമാക്കാനുള്ള ഒരു കഴിവ് വരും എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ ആ സൂറത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും ചെയ്യുന്ന അമല് കൃത്യമായി ഫലം നൽകുന്നവരുടെ കൂട്ടത്തിലൊക്കെ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ ദിവസം നമ്മൾ ജൽജലൂത്തുമായി ബന്ധപ്പെട്ട് ധാരാളം വിഷയങ്ങൾ പറഞ്ഞു. ഒരുപാട് ആളുകൾ ജൽജലൂത്തുമായി ബന്ധപ്പെട്ട് അമലുകൾ മുമ്പ് ചെയ്തവരുണ്ട്. ചിലരൊക്കെ കുറച്ച് ഭാഗങ്ങൾ മുമ്പ് പഠിച്ച് പൂർത്തിയാക്കാത്തവരുണ്ട്. ഒരുപാട് ആളുകൾ ആദ്യമായിട്ടാണ് അൽ ഖസീദത്തുൽ ജൽജലൂത്തിയയെ കുറിച്ച് കേൾക്കുന്നത്. അൽഹംദുലില്ലാഹ്, സന്തോഷം. നിങ്ങളൊക്കെ ജൽജലൂത്ത് ബൈത്തിൻ്റെ ഓരോ അമലുകളും പഠിക്കാനും അത് ജീവിതത്തിലേക്ക് പകർത്താനും അതുവഴി ഒരുപാട് അനുഗ്രഹങ്ങൾ നേടിയെടുക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നിങ്ങളൊക്കെ കോമൻറ്റ് സെഷനിലൂടെ എഴുതി അറിയിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. അള്ളാഹു ചെയ്യുന്ന എല്ലാ അമലുകളിലും നല്ല റിസൾട്ട് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിവിടെ പറയുന്നത് നിങ്ങൾക്കൊക്കെ വളരെ കൃത്യമായിട്ടറിയാം. ഒന്നുകിൽ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട അമലുകൾ, ചില പ്രത്യേക സൂറത്തുകൾ, ചില പ്രത്യേക ആയത്തുകൾ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലക്ഷോപലക്ഷം വരുന്ന സ്വഹാബാക്കൾ, എനിക്ക് കടമുണ്ട്, എനിക്ക് ടെൻഷനുണ്ട്, എനിക്ക് ഇന്നാലിന്ന പ്രശ്നങ്ങളുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഓരോ സഹാബാക്കളും ചോദിക്കുമ്പോൾ മുത്തുനബി തങ്ങൾ അവരോട് മറുപടി കൊടുക്കുന്നു, ഇങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ ഹദീസിൽ വന്ന ദിക്റുകളും ദുആകളും നമ്മൾ പറയും. രണ്ടാമത്തത്. മൂന്നാമത്തെ നമ്മൾ പരിശുദ്ധമായ അസ്മാ ഉൽ ഹുസ്നയിലെ അള്ളാഹുവിൻ്റെ പവിത്രമായ നാമങ്ങളെ കൊണ്ടുള്ള കൃത്യമായ അമലുകൾ, അതിൻ്റെ അതനുസരിച്ചുള്ള അക്കങ്ങളെ കൊണ്ടുള്ള കളങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ പറയാറുള്ളത്. ജൽജലൂത്ത് ബെയ്ത്തുമായി ബന്ധപ്പെട്ട അമലുകളുമൊക്കെയാണ് നമ്മൾ പറയാറുള്ളത്. വളരെ സിമ്പിളായ ഒരുപാട് അമലുകൾ പറയും, എന്നാൽ അത് വേഗത്തിൽ നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ കാരണമാകുന്ന, വളരെ പെട്ടെന്ന് നമുക്ക് ഫലം ലഭിക്കാൻ കാരണമാകുന്ന അമൂല്യമായ ഒരുപാട് അമലുകളാണ് നമ്മൾ പറയാറുള്ളത്. നമുക്കൊക്കെ അറിയാം, 12,000 ബിസ്മിയുടെ അമൽ ചെയ്ത എത്രയോ ആളുകൾക്ക് നല്ല റിസൾട്ട് ലഭിച്ചിട്ടുണ്ട്. ഓരോ ദിവസവും 12,000 ബിസ്മിയുടെ അമലുകളുടെ റിസൾട്ട് പറയാനും അതിൻ്റെ എൻക്വയറി നടത്താനും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പറയാൻ നൂറുകണക്കിന് മെസ്സേജുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകട്ടെ. അള്ളാഹുവിൻ്റെ കലാമുമായിട്ട് ബന്ധപ്പെടുകയാണല്ലോ, അതിന് നല്ല ഫലമുണ്ടാകുമെന്നറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ യാ ലത്തീഫിൻ്റെ അമൽ, സൂറത്തുൽ ഫത്ഹിൻ്റെ അമൽ, വിവിധങ്ങളായ സ്വലാത്തുകളെ കൊണ്ടുള്ള അമൽ, ഒരുപാട് ഫലം ലഭിക്കുന്ന മഹാന്മാരൊക്കെ ചെയ്തു അവർക്ക് ഫലം ലഭിച്ചു എന്നും ബോധ്യമുള്ള അത്തരം അമലുകൾക്കാണ് മുജറബായ അമലുകൾ എന്ന് പറയുക. മുജറബായ അമലുകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ആളുകൾ അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട സവിശേഷമായ ഒരു സൂറത്തിനെ കുറിച്ചാണ് പറയുന്നത്. സൂറത്തുൽ ളുഹ നമുക്കൊക്കെ അറിയാലോ, വല്ലുഹ വല്ലൈലി എന്ന് പറയുന്ന സൂറത്ത്. ആ സൂറത്തിന് തൊട്ടു പിന്നിൽ അവതരിപ്പിക്കപ്പെട്ട മഹത്തായ ഒരു സൂറത്തുണ്ട്. ആ സൂറത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കീർത്തനങ്ങളും ഇലാഹി ബോധത്തിൻ്റെ ആത്മീയ നിർവൃതിയും ആശ്വാസത്തിൻ്റെ തണലിലും അള്ളാഹുവിനോടുള്ള ബലിഷ്ഠമായ പാശത്തിലും പിടിച്ചു മുന്നേറാനുള്ള വഴികാട്ടികയാണ് യഥാർത്ഥത്തിൽ സൂറത്തുൽ ഇൻഷിറാഹ്, സൂറത്തു അലം നശ്റഹ് എന്ന് പറയുന്ന സൂറത്ത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് റൂഹുൽ ബയാനിൽ കാണാം. ആരെങ്കിലും സൂറത്തുൽ ഇൻഷിറാഹ് ഓതിയാൽ ഞാൻ ദുഃഖിച്ചിരിക്കുമ്പോൾ അവൻ എന്നെ വന്ന് സന്തോഷിപ്പിച്ചവനെ പോലെയാണെന്ന് മുത്തുനബി തങ്ങൾ പറഞ്ഞത് റൂഹുൽ ബയാനിൽ കാണാവുന്നതാണ്.
അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഹബീബായ തങ്ങളെ സന്തോഷിപ്പിക്കുന്നത് പോലെയാണ് ഒരു തവണ സൂറത്തുൽ ഇൻഷിറാഹ് പാരായണം ചെയ്യുന്നത്. അലം നശ്റഹ് ലക സദ്റക് എന്ന് പറയുന്ന സൂറത്ത്. അള്ളാഹു നമുക്ക് ജീവിതത്തിൽ പകർത്താനും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുമുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ ഇൻഷിറാഹിലെ 8 ആയത്തുകളാണുള്ളത്. അലം നശ്റഹ് ലക സദ്റക് വവളഅന അൻക വിസ്റക് അല്ലദീ അൻഖള ലഹ്റക് വറഫഅന ലക ദിക്റക് ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ ഇന്ന മഅൽ ഉസ്രി യുസ്റാ ഫഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. ഇങ്ങനെ സൂറത്തുൽ ഇൻഷിറാഹിൽ 8 ആയത്തുകളാണ് ആ മഹത്തായ സൂറത്തിലുള്ളത്. ഞാനതിൻ്റെ ആശയങ്ങളിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ഈ സൂറത്ത് 9 പ്രാവശ്യം പാരായണം ചെയ്താൽ അവൻ്റെ ഏതേതു പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കിക്കൊടുക്കും. അവൻ്റെ ഭക്ഷണത്തിൽ അല്ലാഹു വിശാലത നൽകും. എല്ലാ നിസ്കാര ശേഷവും അലം നശ്റഹ് സൂറത്ത് 40 തവണ 7 ദിവസം തുടർച്ചയായി പാരായണം ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെ സമ്പന്നനാക്കും. ഇത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ആരും സംശയം പ്രകടിപ്പിക്കേണ്ടതില്ല എന്ന് പോലും കിതാബുകളിൽ കാണാം. അത്രമേൽ പവിത്രമേറിയ സൂറത്താണ്. നമ്മുടെ ജീവിതത്തിലെ വലിയ വലിയ പ്രയാസങ്ങളിൽ നമ്മൾ അകപ്പെട്ട് നിൽക്കുമ്പോൾ, ഏതെങ്കിലും ഒരു പ്രതിസന്ധി നമ്മെ തേടിയെത്തുമ്പോൾ, ആ പ്രതിസന്ധികളിൽ നിന്ന് നമുക്ക് വലിയ രക്ഷ ലഭിക്കാൻ ഏതെങ്കിലും ഒരു സമയം നിസ്കാരങ്ങൾക്ക് ശേഷം 1, 2, 3 ദിവസങ്ങളിലൊക്കെ നിസ്കാരങ്ങൾക്ക് ശേഷം 9 പ്രാവശ്യം സൂറത്തുൽ ഇൻഷിറാഹ് പാരായണം ചെയ്യുക. നമ്മുടെ മക്കൾ പലപ്പോഴും കേസുകളിൽ അകപ്പെടുന്നവരുണ്ട്, ജോലിയുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളിൽ അകപ്പെടുന്നവരുണ്ട്, നല്ല ജോലിയില്ലാതെ വിസിറ്റിംഗ് വിസയിൽ വളരെ പ്രയാസത്തിലൊക്കെ നിൽക്കുന്ന സമയത്ത് വീട്ടിൽ ഉമ്മ ഇരുന്ന് അല്ലെങ്കിൽ ഉപ്പ ഇരുന്ന് ഏതെങ്കിലും 1 ദിവസമോ 2 ദിവസമോ 3 ദിവസമോ ഒക്കെ വളരെ ആത്മാർത്ഥമായിട്ട് എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും സൂറത്തുൽ ഇൻഷിറാഹ് 9 പ്രാവശ്യം പാരായണം ചെയ്യലിനെ പതിവാക്കുക. നല്ല ഫലമുണ്ടാകും. വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലണം എന്നേ ഉള്ളൂ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ 40 തവണ 7 ദിവസം തുടർച്ചയായി പാരായണം ചെയ്യുക. അപ്പോൾ നമ്മൾ വിചാരിക്കും 40 തവണ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷമല്ല, 40 തവണ ചൊല്ലിയാൽ മതി. 7 ദിവസം കണ്ടിന്യൂസ്ലി ചെയ്യണം എന്നേ ഉള്ളൂ. അപ്പോൾ 40 തവണ സൂറത്തുൽ ഇൻഷിറാഹ് പാരായണം ചെയ്യലിനെ പതിവാക്കുക 7 ദിവസം തുടർച്ചയായിട്ട്. എന്നാലും നല്ല ഫലമുണ്ടാകും. അതിൽ സംശയം പ്രകടിപ്പിക്കേണ്ടതില്ല എന്ന് പോലും മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വല്ലതും മനഃപ്പാഠമാക്കാൻ പ്രയാസമുള്ള ആളുകൾ, കാര്യങ്ങളൊന്നും മനസ്സിൽ പതിഞ്ഞു നിൽക്കുന്നില്ല, അപ്പോൾ വളരെയധികം പ്രയാസപ്പെടുന്നു. സ്കൂളുകളിൽ നിന്നും മദ്രസകളിൽ നിന്നൊക്കെ നമ്മുടെ മക്കളെക്കുറിച്ച് PTA മീറ്റിങ്ങിൽ പോകുമ്പോൾ എക്സാമിൻ്റെ അപ്ഡേഷൻസ്, അത് റിസൾട്ട് അറിയിക്കാൻ വേണ്ടി നമ്മുടെ ഇൻഡിവിജ്വലായിട്ട് ടീച്ചേഴ്സ് വിളിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ മക്കളെക്കുറിച്ച് അവന് ശ്രദ്ധ കിട്ടുന്നില്ല, അവന് ശ്രദ്ധിക്കുന്നില്ല, പഠിക്കുന്നത് മനസ്സിലാകുന്നില്ല. കുട്ടിയോട് ചോദിക്കുമ്പോൾ ടീച്ചർ പറയുന്നത് മനസ്സിലാകുന്നില്ല. കുട്ടിയെക്കുറിച്ച് ടീച്ചർ പറയുന്നത് അവന് ശ്രദ്ധിക്കുന്നില്ല, അലക്ഷ്യമായിരിക്കുന്നു, ക്ലാസ്സിൽ ഉറക്കം തൂങ്ങുന്നു, ഇങ്ങനെയൊക്കെയുള്ള കംപ്ലൈൻറ്റുകൾ. അപ്പോൾ നമ്മുടെ മക്കളുടെ പഠനത്തെ അത് വല്ലാതെ ബാധിക്കും. എന്താണ് അതിനൊരു സൊല്യൂഷൻ ഉള്ളത്? നമ്മൾ പല രൂപത്തിലും കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ നടത്തും, ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. പക്ഷെ ആത്മീയമായൊരു സൊല്യൂഷൻ, സ്പിരിച്വൽ സൊല്യൂഷൻ, സ്പിരിച്വാലിറ്റി അപ്ലൈ ചെയ്ത് നോക്കൂ, നല്ല ഫലം അതിന് കണ്ടു തുടങ്ങും. അപ്പോൾ പഠനത്തിൽ വീക്കായിട്ടുള്ള അല്ലെങ്കിൽ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി പോലെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉള്ള വിഷയങ്ങൾ മനസ്സിലാകാത്ത ആളുകൾ, അത്തരം കുട്ടികൾക്കൊക്കെ ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ട് സൂറത്തുൽ ഇൻഷിറാഹ് അലം നശ്റഹ് എന്ന് പറയുന്ന സൂറത്ത് അത് പൂർണ്ണമായും എഴുതിയിട്ട് അത് മായ്ച്ച് വെറും വയറ്റിൽ കുടിക്കാൻ വേണ്ടി കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ മക്കൾക്ക് നല്ല ഓർമ്മശക്തി ഉണ്ടാകും, ബുദ്ധി ഉണ്ടാകും, ഫഹ്മും അഖലും ഉണ്ടാകും. അവർ പിന്നെ പഠിക്കുന്നതൊന്നും മറക്കൂല. ഇത് എത്ര ദിവസം ചെയ്യണം? ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കുക. ഇത്ര ദിവസം എന്നൊന്നും കാണുന്നില്ല, ഇടയ്ക്കിടയ്ക്കൊക്കെ ചെയ്തു കൊടുക്കുക. ഇത് ഇങ്ങനെ നോമ്പ് തുറക്കുന്ന സമയത്ത്, നോമ്പെടുക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇങ്ങനെ ആ ഫസ്റ്റ് ടൈമിൽ കൊടുക്കുക, അല്ലെങ്കിൽ വെറും വയറ്റിൽ കൊടുക്കുക. ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല റാഹത്തുണ്ടാകും. അപ്പം ആ മക്കൾക്ക് നല്ല കൂർത്ത ബുദ്ധി ഉണ്ടാകാനൊക്കെ കാരണമാകും. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ നല്ല സ്വലാഹിൻ്റെയും ഖൈറിൻ്റെയും അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റുള്ളവരോട് അസൂയ വരാതിരിക്കാൻ ഈ സൂറത്ത് പതിവായി ഓതുന്നത് വളരെയധികം നല്ലതാണ്. ഹേർട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുള്ളവർ, നെഞ്ചുവേദനയുള്ളവർ ഈ സൂറത്ത്
ഓതിയിട്ട് നെഞ്ചിൽ ഊതി മന്ത്രിക്കാൻ മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന രോഗമാണ് അറ്റാക്ക് വരുന്നവർ, ഹേർട്ടിന് ബ്ലോക്ക് ഉള്ളവരല്ലേ. എത്രയോ ചെറുപ്പക്കാർ 30 വയസ്സിന് താഴെയുള്ള 40 വയസ്സിന് താഴെയുള്ളൊക്കെ ചെറുപ്പക്കാർ പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരണപ്പെട്ടു പോകുന്നു. സൈലൻ്റ് അറ്റാക്ക് പോലെയുള്ള അറ്റാക്ക് വന്ന് മരണപ്പെട്ടു പോകുന്നു. പ്രത്യേകിച്ച് പ്രവാസികളായ സുഹൃത്തുക്കളിലൊക്കെ അറ്റാക്ക് ധാരാളമായിട്ട് കണ്ടുവരുന്നു. ഇതൊക്കെ ചെറിയ ചെറിയ അറിവുകളാണ് അവരിലേക്ക് പകർന്നു കൊടുക്കുക. അറ്റാക്ക് വന്നവർ, അറ്റാക്ക് ഉള്ളവർ, ആൻജിയോഗ്രാം ചെയ്ത് ആൻജിയോപ്ലാസ്റ്റ് ചെയ്ത് ഇനിയൊരു ബ്ലോക്ക് നീക്കാൻ വേണ്ടിയിട്ട് മെഡിസിൻ കഴിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, മരണം വരെ അതുമായി ബന്ധപ്പെട്ട് മെഡിസിൻ കഴിക്കാൻ വിധിക്കപ്പെട്ട ആളുകൾ, അവർക്കൊക്കെ അലം നശ്റഹ് എന്ന് പറയുന്ന ഈ സൂറത്ത് അത് ഓതിയിട്ട് പ്രത്യേകം അവർ നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞു ഊത, ഇഷ്ഫി എന്ന് പറഞ്ഞു ഊത. ഇഷ്ഫി എന്ന് പറയൽ തന്നെയാണ് യഥാർത്ഥത്തിൽ ഊതൽ, മനസ്സിലായല്ലോ. അങ്ങനെ ഊതിക്കഴിഞ്ഞാൽ ആ രോഗങ്ങൾ മാറാനത് കാരണമാകും. വലിയ വലിയ രോഗങ്ങൾ ചിലപ്പോൾ ഡോക്ടർമാരൊക്കെ കൈവടിയുന്നൊരു സാഹചര്യം ഉണ്ടാകും. നമ്മൾ ICUൻ്റെ വെൻറ്റിലേറ്ററിൻ്റെ ഒക്കെ പുറത്ത് നിൽക്കുമ്പോൾ ഡോക്ടേഴ്സിൻ്റെ സഹചാരികളൊക്കെ വന്നിട്ട് നമ്മളോട് വിഷമത്തിലും പ്രയാസത്തിലും അവിടെയുള്ള ചെയറുകളിലും തൂണുകളിലൊക്കെ ചാരി നിൽക്കുന്ന കുടുംബാംഗങ്ങളോട് വന്ന് പറയും, ഞങ്ങളെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്, പ്രതീക്ഷയില്ല. നിങ്ങളിനി പറയേണ്ടവരോടൊക്കെ പറഞ്ഞോ, ആരുടെങ്കിലൊക്കെ ദ്വാ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു സന്ദർഭം ഉണ്ടല്ലോ. അതാണ് യഥാർത്ഥത്തിൽ സ്പിരിച്വാലിറ്റി, ആത്മീയത. അത്തരമൊരു സന്ദർഭത്തിലേക്കൊക്കെ എത്തുന്നതിൻ്റെ മുമ്പേ നമുക്ക് ഈ ആത്മീയമായിട്ടുള്ള വഴികൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അലം നശ്റഹ് എല്ലാവർക്കും കാണാതറിയാവുന്നതാണല്ലോ. ഇടയ്ക്കിടയ്ക്കൊക്കെ അത് ഓതിയിട്ട് ഇങ്ങനെ നെഞ്ചിലേക്ക്. അറ്റാക്ക് ആർക്കാ വരിക എന്ന് പറയാൻ പറ്റൂല. നമുക്കറിയാം, ഞാനൊക്കെ സേവനം ചെയ്യുന്ന, ഈ വർഷമല്ല കഴിഞ്ഞ വർഷം സേവനം ചെയ്തിരുന്ന ഒരു പ്രദേശത്ത് പള്ളിയുടെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹം നല്ല അധ്വാനിക്കുന്നയാളാണ്, നല്ല ആരോഗ്യ ദൃഢഗാഠനായ ആളാണ്. കണ്ടാൽ പ്രയാസങ്ങളൊന്നുമില്ല. സ്വന്തമായിട്ട് കൃഷിയിടമുണ്ട്. ആ കൃഷിയിടത്തിൽ എന്നും പോയിട്ട് അദ്ദേഹം കൈക്കോട്ടെടുത്ത് ആയുധങ്ങളെടുത്ത് അധ്വാനിച്ച് ജീവിക്കുന്നയാളാണ്. അദ്ദേഹത്തിൻ്റെ ശരീരം കണ്ടാൽ തന്നെ ഒരാൾ ജിമ്മിനൊക്കെ പോയതുപോലെ നല്ല സ്ട്രെങ്ത്തുള്ള ആരോഗ്യമുള്ള ശരീരമാണ്. അപ്പോൾ കണ്ടാൽ ഒറ്റയടിക്ക് അയാൾക്ക് എന്തെങ്കിലും രോഗങ്ങളുണ്ടോയെന്ന് പറയാൻ പറ്റില്ല. ഒരു ഉറക്കത്തിൻ്റെ ക്ഷീണമില്ല അയാളുടെ ശരീരത്തിൽ. അപ്പോൾ നല്ല ആരോഗ്യമുള്ളൊരു ചെറുപ്പക്കാരന് പെട്ടെന്ന് അദ്ദേഹത്തെ പള്ളിയിൽ നിസ്കരിക്കാൻ കാണാതായിരിക്കുകയാണ്. അങ്ങനെ അവരെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത്, പെട്ടെന്ന് നെഞ്ചുവേദന ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകലും അവിടെ പോയിട്ട് ആൻജിയോഗ്രാം ചെയ്യലും അതേപോലെ തന്നെ ബ്ലോക്ക് നീക്കലും എല്ലാം കഴിഞ്ഞ് പിന്നീടാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ അദ്ദേഹം എന്നോട് നേരിട്ട് സംസാരിച്ചു, പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചിട്ട് പോലുമില്ല എനിക്ക് ഇങ്ങനൊരു രോഗമുണ്ടെന്നുള്ളത്, ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നുള്ളത്. ഇപ്പോഴും ഒരു ബ്ലോക്ക് ബാക്കിയുണ്ട്. ആ ബ്ലോക്ക് നീക്കിയിട്ട് ആ ബ്ലോക്ക് ഇനിയും ഇപ്പോഴും ഒരു ബ്ലോക്ക് അവർക്ക് ബാക്കിയുണ്ട്. ആ ബ്ലോക്ക് നീക്കാൻ വേണ്ടിയിട്ട് മെഡിസിൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം രോഗങ്ങളൊക്കെ എപ്പോഴാണ് എങ്ങനെയാണ് വരിക എന്ന് പറയാൻ പറ്റില്ല. രോഗങ്ങൾ വരുമ്പോൾ ക്ഷമിക്കുക, ആ ക്ഷമിക്കുന്നതിൽ നിന്ന് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം വാങ്ങിച്ചെടുക്കുക, അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതോടുകൂടെ തന്നെ നമ്മൾ ഇത്തരം ആത്മീയമായ വഴികളും കൂടെ അതിലേക്ക് അപ്ലൈ ചെയ്യുക. അതേപോലെ തന്നെ ഈ സൂറത്തുൽ ഇൻഷിറാഹ് ഓതിയിട്ട് അലം നശ്റഹ് സൂറത്ത് 7 തവണയോ മറ്റൊക്കെ ഓതിയിട്ട് വെള്ളത്തിലേക്ക് ഊതിയിട്ട് ഇഷ്ഫി എന്ന് പറഞ്ഞ് 3 തവണ ഊതി മന്ത്രിച്ച് കുടിക്കുന്നത് ആമാശയത്തിലെ രോഗങ്ങൾ, വയറു സംബന്ധമായ രോഗങ്ങൾ, അത്തരം രോഗങ്ങൾക്കൊക്കെ അത് വലിയ ശിഫയാണെന്ന് ആരിഫീങ്ങളൊക്കെ പ്രത്യേകം പറഞ്ഞതായിട്ട് കാണാം. അത് 2 രൂപത്തിൽ ചെയ്യുക. ഒന്നൊരു ഗ്ലാസ് വെള്ളമെടുത്ത് ഗ്ലാസ്സിൽ ഊതിയിട്ടാക്കുക. അതേപോലെ തന്നെ അത് സൂറത്ത് എഴുതിയിട്ട് ആ എഴുതി മായ്ച്ച വെള്ളം കൊണ്ട് കുടിക്കുന്നതും ആവാം. പല ആളുകളും നമ്മൾ എഴുതി മായ്ച്ച് കുടിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏത് മഷിയാണ് ഉസ്താദ് അതിന് പ്രയോഗിക്കേണ്ടത്, അതേപോലെ തന്നെ അതെവിടെ നിന്നാണ് വാങ്ങിക്കാൻ കിട്ടുക, എന്തുകൊണ്ടാണ് എഴുതേണ്ടത് എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അത്തരം വിഷയങ്ങൾ കൂടുതൽ ആളുകൾക്ക് അറിയൂല എന്നുണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് അതൊന്ന് എഴുതി അറിയിക്കുക. നമ്മളതിനെക്കുറിച്ച് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഏത് കലമാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് എഴുതേണ്ടത്, എഴുതുമ്പോൾ പാലിക്കേണ്ട ആദാബുകൾ എന്തൊക്കെയാണ്, മര്യാദകൾ, അതെങ്ങനെയാണ് മായ്ച്ചു കുടിക്കേണ്ടത്, ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ട്. അതിന് സെപ്പറേറ്റ് ഇൻഷാ അള്ളാഹ് നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്യാമെന്നറിയിക്കുകയാണ്. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ അതിൽ ഒരു കളം എഴുതാനുണ്ടായിരുന്നു. ആ കളം എങ്ങനെയാണ് എഴുതേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോൾ 4 വശങ്ങൾ തുല്യമായ വൈറ്റ് പേപ്പറിൽ കൃത്യമായിട്ട് എഴുതിയാൽ മതി. അത് അതേപോലെ എഴുതിയാൽ മതി. നമ്മൾ പറഞ്ഞിട്ട് എഴുതുന്നതല്ലേ. ഇൻഷാ അള്ളാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെ നല്ല ഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
ഈ സ്റ്റോണുള്ളവർ, കിഡ്നിയിലൊക്കെ സ്റ്റോണുള്ള ആളുകൾ, ആമാശയ രോഗങ്ങളൊക്കെ ക്ഷമിക്കാൻ, ഷിഫയാകാൻ ഇത് വളരെയധികം ഉപകാരപ്പെടും എന്നുള്ളത് നമ്മൾ പറഞ്ഞല്ലോ. 5 വഖ്ത് നിസ്കാരങ്ങൾക്ക് ശേഷം അലം നശ്ർ പതിവാക്കിയാൽ അയാളുടെ കാര്യങ്ങളെല്ലാം അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും, ദുഃഖങ്ങളെല്ലാം അകറ്റി കൊടുക്കും. ഓർക്കാത്ത വിധത്തിൽ, ഓർക്കാത്ത വഴിയിൽ, പ്രതീക്ഷിക്കാത്ത വഴിയിൽ അവർക്ക് അനുഗ്രഹങ്ങളും ബറക്കത്തുകളും ഖൈറാത്തുകളും വന്നു ചേരും എന്നുള്ളതാണ്. അപ്പോൾ വീടില്ലാത്ത ആളുകൾ, കുടുംബങ്ങളിൽ പ്രയാസമുള്ളവർ, ഇവരൊക്കെ സൂറത്തുൽ ഇൻഷിറാഹ് ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ ഇൻഷിറാഹിനെ കുറിച്ച് ഒരുപാട് അമലുകൾ നമുക്ക് കിതാബുകളിലൊക്കെ കാണാൻ സാധിക്കും. വലിയ വലിയ ഫലങ്ങളുണ്ട് സൂറത്തുൽ ഇൻഷിറാഹിന്. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്യുന്ന എല്ലാ അമലുകളിലും നമുക്ക് വലിയ റിസൾട്ട് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിരവധി ആളുകൾ ഒരുപാട് സമയങ്ങളിൽ വ്യത്യസ്തങ്ങളായ അമലുകൾ പറയുമ്പോൾ അതൊക്കെ നോട്ടിലേക്ക് എഴുതി വെച്ച് കൃത്യമായി ചെയ്യുന്നവരാണ്. നമ്മുടെ ഹൃദയം വിശാലമാകാനും പ്രയാസങ്ങൾ അകലാനും ഇബാദത്തുകളിലൊക്കെ മടിയുള്ള ആളുകളുണ്ട്. അത് മടി എന്ന് പറഞ്ഞാൽ അവർക്ക് ഇബാദത്ത് ചെയ്യണം എന്നുണ്ട്, നിസ്കരിക്കണം എന്നുണ്ട്, തഹജ്ജുദ് നിസ്കരിക്കണം എന്നുണ്ട്, മഗ്രിബ് നിസ്കരിക്കുമ്പോൾ ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കണം എന്നുണ്ട്, മഗ്രിബിൻ്റെ അസറിൻ്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കണം എന്നുണ്ട്, അസറിന് മുമ്പ് 4 റക്അത്ത് നിസ്കരിക്കണം എന്നുണ്ട്. പക്ഷെ മടി വരുന്നു. ഇത്തരം മടിയൊക്കെ മാറാൻ സൂറത്തുൽ ഇൻഷിറാഹ് വളരെയധികം ഉപകാരപ്പെടും എന്നുള്ളതാണ്. നമ്മളിതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഭൗതികമോ പാരത്രികമോ ആയ ഏതു കാര്യങ്ങൾ നേടിയെടുക്കാനും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രയാസം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിക്കിട്ടണം, നീങ്ങിക്കിട്ടണം. നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏതു പ്രയാസമാകട്ടെ, അത് കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടതാകട്ടെ, വീടുമായി ബന്ധപ്പെട്ടതാവട്ടെ, മക്കളുമായി ബന്ധപ്പെട്ടതാവട്ടെ, ഏതു വിഷയങ്ങളാണെങ്കിലും ആ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാൻ, അല്ലെങ്കിൽ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ ആ ആഗ്രഹം നമുക്ക് സാധിച്ചു കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വുളു എടുത്ത് 2 റക്അത്ത് നിസ്കരിക്കണം. വളരെ ആത്മാർത്ഥമായിട്ട് വുളു എടുത്ത് 2 റക്അത്ത് നിസ്കരിക്കണം. അപ്പോൾ കാമിലായ വുളു എടുത്ത് 2 റക്അത്ത് നിസ്കരിക്കണം. നമ്മളെങ്ങനെ കാമിലായ വുളു എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിസ്കരിച്ച് നിസ്കാരത്തിൽ ഫാത്തിഹ ഓതിയിട്ട് ഏതെങ്കിലും സൂറത്ത് ഓതുക, നന്നായിട്ട് സൂറത്തുകളൊക്കെ പാരായണം ചെയ്ത് നല്ല ഒരു പൂർണ്ണാർത്ഥത്തിൽ വളരെ ഹൃദയശുദ്ധിയോടുകൂടെ നിസ്കരിക്കുക. അള്ളാഹു നമ്മെ കാണുന്നില്ലെങ്കിലും, നാം അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നമ്മെ കാണുന്നുണ്ട്, അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ബോധത്തോടെ നിന്ന് പൂർണ്ണമായി നിസ്കാരം നിർവഹിച്ച് സലാം വീട്ടി അതേ ഇരുത്തത്തിലിരുന്ന് അള്ളാഹുവിലേക്ക് മുന്നിട്ട്, ഖിബിലയിലേക്ക് മുന്നിട്ട് അള്ളാഹുവിലേക്ക് മുഖം തിരിച്ച് സൂറത്തുൽ ഇൻഷിറാഹ് അതിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണമനുസരിച്ച് അഥവാ 125 തവണയാണ് ഓതേണ്ടത്. 125 തവണ ഓതിയ ഉടനെ തന്നെ നമ്മുടെ ആവശ്യം അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് വളരെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ അവൻ്റെ ആ ആഗ്രഹം അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ച് കൊടുക്കും എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ നടക്കാത്ത ഏതേതു കാര്യങ്ങൾ നടക്കാനുള്ള നിരവധി അമലുകൾ പറഞ്ഞ കൂട്ടത്തിൽ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു അമല് കൂടെയാണ് ഇത്. വളരെ ആത്മാർത്ഥമായിട്ട് ചോദിക്കുക. ആ സമയം ചോദിക്കുന്ന ഒരാവശ്യവും തള്ളപ്പെടുകയില്ല. ആ സമയം ചോദിക്കുന്ന ആവശ്യങ്ങളെല്ലാം അത് നിറവേറ്റപ്പെടും, പൂർത്തീകരിക്കപ്പെടും എന്നുള്ളത് തീർച്ചയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുമ്പ് നമ്മൾ സൂറത്തുൽ ഇൻഷിറാഹിൻ്റെ മറ്റൊരു അമല് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല പനിയുള്ള ആളുകൾ, ശക്തമായ പനിയുള്ള ആളുകൾ, പനിയുമായി ബന്ധപ്പെട്ട പ്രയാസമുള്ളവർ, ചില കുട്ടികൾക്കൊക്കെ ഇടക്കിടക്ക് പനി വരുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പനി മാറാൻ നല്ലൊരു നൂലെടുക്കുക. ആ നൂലെടുത്തിട്ട് ആ നൂലിൽ സൂറത്തുൽ ഇൻഷിറാഹ്, അലം നശ്റഹ് ലക സദ്റക് എന്ന് പറയുന്ന സൂറത്ത് വളരെ ആത്മാർത്ഥമായിട്ട് ഓതുക. സൂറത്തുൽ ഇൻഷിറാഹിൽ 9 കാഫുകളുണ്ട്. ആ 9 കാഫുകളിൽ ഓരോ കാഫുകൾ ഉച്ചരിക്കുമ്പോഴും നൂലിൽ ഓരോ കെട്ടുകളിടണം. അങ്ങനെ കെട്ടിടണം. അങ്ങനെ ആ 9 കെട്ടുകളുണ്ടാകും. നമ്മൾ ഈ അലം നശ്റഹ് ഓതി തീരുമ്പോഴേക്കും 9 കെട്ടുകളുണ്ടാകും. ആ 9 കെട്ടുകൾ ഉള്ള ആ നൂല് പനിയുള്ളയാളിൻ്റെ ഇടതു തോളൻ കയ്യിൽ കെട്ടിയാൽ ആ പനി മാറും ബി ഇദ്നില്ലാഹി തആല. ഇത് പരീക്ഷിച്ചു ഫലം സിദ്ധിച്ചു ഫലം കിട്ടിയ അമലുകളിൽ പെട്ടതായിട്ട് മഹാന്മാർ അവരുടെ മുജറബാത്തുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുജറബാത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ നോക്കിയാൽ ഇത് കാണാൻ സാധിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ ഇൻഷിറാഹ് അത്ഭുതങ്ങളുടെ കലവറയാണ്. ഇപ്പോൾ പറഞ്ഞതും പറയാത്തതുമായ ഒരുപാട് അമലുകൾ സൂറത്തുൽ ഇൻഷിറാഹിനുണ്ട്. നമുക്കൊക്കെ അറിയാം, ഈ വ്യത്യസ്തങ്ങളായ
രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന കൂട്ടത്തിൽ വളരെയധികം പ്രയാസമുള്ള ഒരു രോഗമാണ് പൈൽസിൻ്റെ അസുഖം, ബാസൂർ മൂലക്കുരുവിൻ്റെ അസുഖം. ഈ മൂലക്കുരുവിൻ്റെ അസുഖവുമായി ബന്ധപ്പെട്ട് അത് ഷിഫയാകാൻ മഹാന്മാർ ഇൻഷിറാഹുമായി ബന്ധപ്പെട്ട് ഒരു അമല് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ദർസിലൊക്കെ ഓതുന്ന ഫത്തുഹുൽ മുഈൻ എന്ന കിതാബിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുള്ളവർ അറിയിക്കണേ. ഫത്തുഹുൽ മുഈൻ എന്ന് പറഞ്ഞാൽ ഷാഫിഈ മദ്ഹബിലെ ആധികാരികമായ ഒരു ഗ്രന്ഥമാണ്. മഹാനരായ കേരളക്കാരായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹുവിനെ രചിച്ച വളരെ ആർക്കും എപ്പോഴും എങ്ങനെയും നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു ഗ്രന്ഥമാണ് ഫത്തുഹുൽ മുഈൻ എന്ന് പറയുന്നത്. ആ ഫത്തുഹുൽ മുഈനിൽ ഞങ്ങളൊക്കെ ആ കിതാബ് ഓതി പഠിക്കുന്ന കാലത്ത് ഞങ്ങളൊക്കെ പഠിച്ചതാണ് ആ ഒരു അമല്. എന്താണെന്ന് ചോദിച്ചാൽ സുബഹിൻ്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിലെ ആദ്യത്തെ റക്അത്തിൽ അലം നശ്റഹ് എന്ന് പറയുന്ന സൂറത്ത്, അതേപോലെ തന്നെ അൽ കാഫിറൂൻ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, സൂറത്തുൽ കാഫിറൂൻ. രണ്ടാമത്തെ റക്അത്തിൽ അലം തറ കൈഫ, അതേപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ് എന്നിങ്ങനെയുള്ള 2 സൂറത്തുകൾ ചേർത്തി ഓതൽ ഉത്തമമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഓതുന്ന ആളുകൾക്കുള്ള നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് പൈൽസിൻ്റെ, മൂലക്കുരുവിൻ്റെ, ബാസൂറിൻ്റെ അസുഖമുണ്ടാവുകയില്ല. അതുള്ളവർക്ക് അത് ഷിഫയാകുകയും ചെയ്യുമെന്ന് മഹാന്മാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാ രോഗങ്ങളെ തൊട്ടും നമുക്ക് വലിയ കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫത്തുഹുൽ മുഈനിൽ ഇത് കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാ നിസ്കാരങ്ങളിലും ആദ്യത്തെ 2 റക്അത്തുകളിൽ യഥാർത്ഥത്തിൽ സൂറത്തോതൽ പ്രത്യേകം സുന്നത്താണ്. ചില നിസ്കാരങ്ങളിൽ ചില സൂറത്തുകൾ പ്രത്യേകം പ്രാധാന്യമുള്ളവയുണ്ട്. ഇപ്പോൾ വെള്ളിയാഴ്ച മഗ്രിബിന് നിസ്കരിക്കുമ്പോൾ ആ മഗ്രിബിൽ ഓതേണ്ടത് ആദ്യത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയും അതേപോലെ തന്നെ രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തുമാണ് ഓതേണ്ടത്. നമുക്കൊക്കെ അറിയാവുന്നതാണ്. അതേപോലെ തന്നെ എല്ലാ ദിവസവും സുബ്ഹിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, അതേപോലെ മഗ്രിബിന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, തവാഫിൻ്റെ സുന്നത്ത് നിസ്കാരം, തഹയ്യത്തിൻ്റെ സുന്നത്ത് നിസ്കാരം, ഇസ്തിഖാറത്തിൻ്റെ സുന്നത്ത് നിസ്കാരം, ഇഹ്റാമിൻ്റെ സുന്നത്ത് നിസ്കാരം. ഇസ്തിഖാറത്ത് അറിയൂലേ? ഇഹ്റാമിൻ്റെ സുന്നത്ത് നിസ്കാരം. ഈ നിസ്കാരങ്ങളിലെല്ലാം യാത്രക്കാരുടെ സുന്നത്ത് നിസ്കാരം, ഇതിലെല്ലാം ഈ 2 സൂറത്തുകൾ ഓതൽ സുന്നത്തുണ്ട്. ഏത് 2 സൂറത്തുകൾ? ഒന്നാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയും രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദും ഓതൽ സുന്നത്ത്. അപ്പോൾ സുബഹിൻ്റെ മുമ്പുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കാരത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, ഒന്നാമത്തിൽ അലം നശ്റഹും രണ്ടാമത്തിൽ അലം തറ കൈഫി ഓതണം. അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ സുബഹിൻ്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിൽ ആദ്യം പറഞ്ഞു ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഓതണം, ഖുൽ ഹുവല്ലാഹു അഹദ് ഓതണം. ഇപ്പോൾ പറഞ്ഞു അലം നശ്റഹു ഓതണം, അലം തറ കൈഫി ഓതണം. അത് വിശദീകരിച്ചിട്ടാണ് മഹാന്മാർ പറയുന്നത് അതിനൊരു കാര്യം ചെയ്താൽ മതി. ആദ്യത്തെ തവണ പറഞ്ഞപ്പോൾ ഖുൽ യാ അൽ കാഫിറൂൻ ഖുൽ ഹുവല്ലാഹു ഓതണം എന്ന് പറഞ്ഞ്, ഇവിടെ അലം നശ്റഹും അലം തറ കൈഫിയാണ് പറഞ്ഞ്. അപ്പോൾ പേടിക്കാനില്ല, എന്ത് ചെയ്താൽ മതി? ഒന്നാമത്തെ റക്അത്തിൽ അലം നശ്റഹു ഓതുക, അതേപോലെ തന്നെ ഖുൽ യാ അൽ കാഫിറൂൻ ഓതുക. രണ്ടാമത്തെ റക്അത്തിൽ അലം തറ കൈഫി ഓതുക, ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക. അപ്പോൾ 2 രൂപത്തിലുള്ള ആ 2 സൂറത്തുകളെയും സുന്നത്തുകളെയും പരിഗണിച്ചു. ഇങ്ങനെ ഈ 2 സൂറത്തുകൾ നിസ്കാരത്തിൽ ഓതുന്നവന് ശത്രുവിൻ്റെ അക്രമമേൽക്കുകയില്ല എന്ന് മഹാനരായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിനിൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മുഹമ്മദ് ഷത്ത ദമിയാത്തി സയ്യിദുൽ ബക്കരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ യാനത്തു തോലിബിൻ 1246 ഇത് വളരെയധികം വിശാലമായി ചർച്ച ചെയ്ത് എഴുതിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് ഈ അമലുകളൊക്കെ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ വലിയ ഫലങ്ങൾ ഉണ്ടാകും. നമ്മൾ നമ്മുടെ എല്ലാ ട്രീറ്റ്മെൻറ്റുകളും എടുക്കണം. നമ്മൾ എവിടെ പോയിട്ടാണോ കാണിക്കാൻ പറ്റുന്നത് അതൊക്കെ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ള ഷിഫായിനുള്ള മാർഗങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ള ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ അതിൻ്റെ അതബുകളുമൊക്കെ പാലിക്കണം. നമ്മുടെ നാട്ടിൽ ഒരു സ്ത്രീയാണ് ഡോക്ടറെ കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ സ്ത്രീയായ ഡോക്ടറെയാണ് ആദ്യം പരിഗണിക്കേണ്ടത്. അവരില്ലെങ്കിലാണ് അവരല്ലാത്ത ഡോക്ടറെ പരിഗണിക്കേണ്ടത്. ഇങ്ങനെയൊക്കെ കിതാബുകളിൽ പറഞ്ഞത് ഡോക്ടറെ കാണിക്കണം എന്നുള്ളത് കൊണ്ടാണല്ലോ. അതുകൊണ്ട് തന്നെ അതൊക്കെ അള്ളാഹു കണക്കാക്കിയ കാരണങ്ങളാണ് നമ്മുടെ രോഗങ്ങൾ മാറാൻ. ഇതൊക്കെ ചെയ്യുന്നതോട് കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇത്തരം ആത്മീയമായ വഴികളിലേക്കും വരണം. അൽഹംദുലില്ലാ നമ്മളിങ്ങനെ ഒരുപാട് വീഡിയോസുകളൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം അമലുകൾ ചെയ്യുന്നുണ്ട്. നമുക്കതൊക്കെ കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ്. നിങ്ങളുടെ ഇത്തരം അമലുകൾ നമ്മൾ പറയുന്നത് കാരണമായിട്ട് ചെയ്യുന്നു എന്നറിയുമ്പോഴും അത് ചെയ്യാൻ മുന്നിട്ട് വരുമ്പോഴൊക്കെ
വലിയ ആവേശമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. നിങ്ങൾക്ക് താഴെ എഴുതിയറിയിക്കുന്ന ഇത്തരം വിഷയങ്ങളാണ് വീണ്ടും വീണ്ടും ഇത്തരം വിഷയങ്ങളെക്കുറിച്ചൊക്കെ വീഡിയോ ഇടാൻ പ്രേരിപ്പിക്കുന്നത്. അതേപോലെ തന്നെ പലരും ജൽജലൂത്തിൻ്റെ ബെയ്ത്തിനെ കുറിച്ച് ഇനിയും വിശദീകരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോന്നും മാറി മാറി ഇങ്ങനെ പറയും. അസ്മാഉൽ ഹുസ്നയിലെ ഇസ്മുകളെക്കുറിച്ച് പറയും, വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പറയും, ഹദീസുകളെക്കുറിച്ച് പറയും. ഇൻഷാ അതെല്ലാം വിശദീകരിക്കും. അതിൻ്റെ ഇടയ്ക്കൊരാൾ ഉസ്താദ് മോതിരത്തിനെ കുറിച്ച്, ഉസ്താദിൻ്റെ കയ്യിലൊരു മോതിരം കാണുന്നുണ്ട്. ഒരാൾ, ഞാൻ കമൻറ്റുകളൊക്കെ വായിച്ചു നോക്കാറുണ്ട്, ഉസ്താദിൻ്റെ കയ്യിലുള്ള മോതിരം ഏതാണ്? ഇവിടെ നേരിട്ട് വന്ന ഒരാളും ചോദിച്ചിരുന്നു, ഉസ്താദ് ഈ മോതിരത്തിൻ്റെ സ്റ്റോൺ ജെംസ് ഏതാണ്? അതിനെന്തെങ്കിലും പ്രത്യേക നേട്ടങ്ങളുണ്ടോ? പലരും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഖുറാനിൽ പറഞ്ഞ കല്ലുകൾ ഏതാണ്? മുത്തുനബി തങ്ങൾ ധരിച്ച മോതിരം എങ്ങനെയുള്ളതായിരുന്നു? മോതിരം ഈ വിരലിൽ മാത്രമാണോ ധരിക്കാൻ പറ്റും? ഉസ്താദിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുമോ? പലരും പല ആളുകളും പല വിഷയങ്ങളും ചോദിക്കാറുണ്ട്. വേറൊരാൾ കഴിഞ്ഞ ദിവസം ഉസ്താദ് സലാം പറയുന്നതിനെക്കുറിച്ച്, സ്ത്രീകൾക്ക് ആരുടെയൊക്കെ സലാം പറയാം, പുരുഷന് ആരുടെയൊക്കെ സലാം പറയാം, അത് എപ്പോഴൊക്കെ മടക്കേണ്ടത്, ഇതിനെക്കുറിച്ചൊക്കെ പറയും. ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോസുകൾ പലരും ചെയ്തതുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് സമയം പോലെ നിങ്ങളൊക്കെ എഴുതി അറിയിക്കുന്ന ഓരോന്നും നമ്മൾ വായിക്കുന്നുണ്ട്. എല്ലാത്തിനും സെപ്പറേറ്റ് റീപ്ലൈ തരാൻ സാധിക്കാത്തതുകൊണ്ടാണ്. എല്ലാ വിഷയങ്ങളും നമ്മൾ ഉൾപ്പെടുത്തും. നിങ്ങളൊക്കെ വളരെ ആത്മാർത്ഥമായി കേട്ട് നിങ്ങളൊക്കെ ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാം പറയുന്നത്. അത് ആകെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലത്തിൽ നിന്ന് ഒന്നും കുറയാതെ എനിക്ക് ലഭിക്കുമെന്ന് മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടില്ലേ? മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി. ആരെങ്കിലും ഒരു നന്മ അറിയിച്ചു കൊടുത്താൽ തത്തുല്യമായ പ്രതിഫലം അവരിൽ നിന്നൊന്നും കുറയാതെ അവരത് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ ഇതിലൊരാൾ സൂറത്തുൽ ഇൻശിറാഹ് 125 തവണ ഞാൻ ഈ പറഞ്ഞത് കേട്ട് പാരായണം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ലഭിച്ച പ്രതിഫലത്തിൽ നിന്നൊന്നും കുറയാതെ നിങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം അത് പറഞ്ഞു തന്നവർക്ക് ലഭിക്കുമെന്നുള്ളതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു ഇജാബത്ത് നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.